ഹോസ്പിറ്റലിൽ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇവർ മോളും വരുമ്പോഴും കൂടി എന്താ വേണ്ടേ നിനക്ക്, സാൻഡ്വിച്ചോണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഉണ്ടാക്കി അവൾ കഞ്ഞിയും പയറും വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇതൊക്കെ റൂമിൽ വെച്ചേക്കുള്ളൂ, റൂമിൽ നിന്ന് താഴോട്ട് പറഞ്ഞില്ല, അത് കഴിച്ചിട്ടുമില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അങ്കിള് പറഞ്ഞാലും അവള് കേൾക്കില്ലായിരുന്നോ? ഭക്ഷണം കഴിക്കാൻ ഫുഡിന്റെ കാര്യത്തിൽ ആര് പറഞ്ഞാൽ കേൾക്കില്ല, ആരും കേൾക്കൂല. അപ്പൊ എന്തെങ്കിലും വിഷമം ഉള്ളിലുണ്ടായിരുന്നായിരിക്കും, വേറെ വിഷമമല്ല, ഭക്ഷണം കഴിക്കാൻ മേലാത്ത എന്തെങ്കിലും ഇതുണ്ടായിരിക്കും. കൊറോണ വന്നേ പിന്നെയാണ് ഇങ്ങനെ ആയത്. കൊറോണ വന്നവർക്കൊക്കെ ഇങ്ങനെ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടായിരുന്നല്ല, അതിൻ്റെയാണ്. അന്നേരം അവർ പറഞ്ഞു അറ്റാക്കാണ് എന്ന് പറഞ്ഞു. അത് ഇത് തന്നെയായിരുന്നു. അവര് അതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യാണ്ടിരുന്നത്. നമ്മളെല്ലാവരും നമുക്കും ജീവിക്കണം അല്ലെ? ദൈവം നമ്മളെ വിളിക്കുന്നോടം വരെ നമ്മളെല്ലാവരും, നമ്മളിപ്പം മകള് മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്കിനി അങ്ങോട്ട് എത്ര ദിവസമാണോ നമ്മളത് ജീവിച്ചേ പറ്റൂ. ഇപ്പോൾ ഇത് 1.5 കൊല്ലമായി. ആണ്ടിക്ക് അതിൽ നിന്നും ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എല്ലാം പറഞ്ഞു. പക്ഷെ കൂടെ എപ്പോഴും ഉള്ളത് രാജു അങ്കിളാണ്, എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത്. അദ്ദേഹം സ്വന്തം മോളെ പോലെയാണ് സുബീനെ കണ്ടതും കൊണ്ടു നടന്നതും. എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിലും സ്ഥലങ്ങളിലും എല്ലാം പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ കൊണ്ടുപോകുന്നത് പുള്ളിയാ. പുള്ളി വണ്ടി ഓടിച്ചു കൊണ്ടുപോകും, ഇങ്ങനെ തിരിച്ചു വരും. കൊറോണ കഴിഞ്ഞ പിന്നെ ഫ്ലൈറ്റ് ഇല്ലാണ്ടായല്ല, അത് കഴിഞ്ഞ പിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ഇപ്പം ആന്റി കണ്ടോന്നറിയില്ല, സുബി നേരത്തെ റിമി ടോമിയുടെ ഒരു ഇന്റർവ്യൂല് പ്രോഗ്രാമിൽ സുബി പോയിരുന്നു. അന്ന് അവര് തമ്മിൽ എന്തോ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ അന്ന് സുബി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചാലും ഞാൻ മരിച്ചാലും എൻ്റെ വീട്ടുകാര് നല്ല രീതിയിൽ ജീവിക്കണം, അതിനുള്ളതെല്ലാം ഞാൻ ചെയ്യും, അങ്ങനെയാ ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ എനിക്കതാണ്, ഞാൻ ഇല്ലാത്തപ്പോഴും അവര് സന്തോഷത്തോടെ ഇരിക്കണം, അവര് നല്ല രീതിയിൽ ജീവിക്കണം. അതാണ്ടി കേട്ടോ ആ ഇന്റർവ്യൂ കണ്ടോ? എനിക്കറിയാം. പക്ഷെ പുള്ളിക്കാരത്തി അത് വിചാരിച്ച എന്താന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞാണ് അവർ തുടങ്ങിയത്. അപ്പൊ റിമി പറഞ്ഞു ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് 27.5 ലക്ഷം രൂപയുടെ മെഡിക്ലെയിം ഉണ്ടായി. ഈ പാൻക്രിയാസിൽ കല്ലുണ്ടെന്നും കരളിന് അസുഖം വന്നെന്നും പറഞ്ഞത് തന്നില്ല നമുക്ക്. സ്റ്റാറിന്റെ ആയിരുന്നു. ഇനിയിപ്പോൾ അത് പറയാമെന്നറിയില്ല, പേര് പറയാമെന്നറിയില്ല. അവര് നമുക്ക് പൈസ തന്നില്ല. എന്നാലും പക്ഷെ അവൾക്ക് കുട്ടിപ്പട്ടാളം വന്നേ പിന്നെയാണ് ഒന്ന് പണ്ടത്തെ ഇതറിയാലോ, പോയാൽ എന്താ നമുക്ക് കിട്ടണതൊക്കെ. അത് ഇവിടെ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ പോലും മരിച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ അനാഥരായി ഒന്നുമില്ലാതെ വെക്കും. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാനും ഹസ്ബൻഡും കൂടി എൻ്റെ വീട്ടിൽ നിന്നുള്ള വീതവും വിറ്റുകൊണ്ട് വന്ന് അന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായതൊക്കെ വിറ്റ് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് എനിക്ക് ചികിത്സിക്കാൻ പറ്റിയത്. രണ്ട് സുബിയുടെ കയ്യിൽ ഇത്രയും, ഞങ്ങൾക്ക് 57,500 രൂപ വീടിന് ലോൺ അടയ്ക്കണമായിരുന്നു, കാറിന് ലോൺ അടയ്ക്കണമായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയിലാണ് സുബിക്ക് ഇത്ര ലക്ഷങ്ങൾ അങ്ങ് അവിടെയായി. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒന്നും കിട്ടിയില്ല. അത് കിട്ടുന്നതാണ്. ഞാനും മാനേജ്മെൻറ്റുമായിട്ട് അവിടെ ഇത്തിരി പ്രശ്നമുണ്ട്. അവർ അത് സീൽ ചെയ്ത് തരണം. അപ്പോൾ ടിനി ടോമും ഞാനും പുള്ളിയും കൂടെയാണ് അവിടുത്തെ മാനേജറെ കണ്ടത്. അപ്പോൾ അവർ ടിനി ടോം പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പൈസ മേടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ 2.5 ലക്ഷം രൂപ കുറച്ച് തന്നേക്കാന്ന് പറഞ്ഞു. ലക്ഷങ്ങൾ കെട്ടി കുറച്ച് തന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ആ പേപ്പർ, നമുക്കത് കേസ് കൊടുത്താൽ കിട്ടിയാനേ. ഇപ്പോൾ കോടതി അങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരുടെയും പൈസ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേസ് കൊടുത്താൽ ാനായിട്ട് ചെന്നപ്പോൾ അവർ പേപ്പർ സൈൻ ചെയ്ത് തന്നില്ല. അപ്പോൾ പറഞ്ഞു 2.5 ലക്ഷം രൂപ കുറച്ച് തന്നതിന് ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ട് മേടിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇത് കിട്ടിയതുമില്ലെങ്കിൽ വലിയ പ്രശ്നമാവില്ലേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് കടങ്ങളും ബാധ്യതകളും ഒക്കെ വന്നു. ഈ ലോൺ അടയ്ക്കാൻ കിടക്കണു, അതും പ്രൈവറ്റ് ബാങ്കിൻ്റെ ഇതടയ്ക്കാൻ കിടക്കണു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ 2 വീട് പണിതിട്ടിട്ടുണ്ടായി, ഇത്തിരി സ്ഥലം കിടപ്പുണ്ടായി. ഇതെല്ലാം കൂടെ കൊടുത്തു. ഒരു വീട് മോന് കൊടുത്തു. അപ്പം അത് നേരത്തെ കൊടുത്ത. മറ്റേ വീടൊക്കെ നമ്മൾ ഒത്തിരി നഷ്ടത്തിന്, അതായത് ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് നല്ല വില പറഞ്ഞ വീടുകളൊക്കെ ഒത്തിരി നഷ്ടത്തിന് നമ്മൾ കൊടുത്തു. ഈ 5 സെൻറ്റ് സ്ഥലം 8 ലക്ഷം രൂപ പറഞ്ഞത് 5.60 കൊടുത്തു. 5.60 കൊടുത്ത് കടങ്ങളെല്ലാം വീട്ടി, വീടിൻ്റെ കടങ്ങൾ വീട്ടി, മോൻ്റെയും എൻ്റെയും കാറിൻ്റെ കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥമായിട്ട് കിടക്കാം. ഇപ്പം എന്ന് വെച്ചാൽ കടമില്ല. അവര് രാഹുലുമായിട്ട് എല്ലാം സെറ്റായി, ഇനി അങ്ങനെ ഒരു ജീവിതം തുടങ്ങാം, അങ്ങനെ ഒരു ഇതും ഉണ്ടായി. അപ്പൊ എന്നോട് പറയും ഗോൾഡ് ഒന്നും മേടിക്കരുതമ്മ, ഞാൻ ഇടൂല, ഗോൾഡൊന്നും അല്ലെങ്കിലേ മേടിച്ചിട്ടുണ്ടോന്ന് അവള് സമ്മതിക്കൂല. അങ്ങനെയാണ്, ഞാനൊരു കുഞ്ഞുമാലയല്ലേ ഇടുള്ളൂ എന്ന് പറയും. അപ്പൊ രാഹുൽ എന്നോട് പറയും, ഇതൊക്കെ കുഞ്ഞു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് രാഹുലിനും, ഒക്കെ കൊച്ചിന് കൊടുത്തേര്, എനിക്ക് ജീവിക്കാനുള്ള സ്വത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും എന്ന് രാഹുലും പറയും.
അങ്ങനെ അല്ലെങ്കിലും ഞാൻ അപ്പം അവനോട് പറയും, അല്ലെങ്കിലും നീ എൻ്റെ ചിലവ് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട, നീ പണിയെടുത്ത് എനിക്ക് തന്നോളണം, ഞാനിനി പോകില്ല. അങ്ങനെ അവനോടും പറയും. തമാശയാണ്, എന്നാലും അങ്ങനെ പറയും. പക്ഷെ അല്ലാതെ അങ്ങനെ അങ്ങനെ മരിച്ചു പോകുന്നൊരു ചിന്താഗതി ഉണ്ടായില്ല. ഉണ്ടായെങ്കിൽ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യൂലല്ലോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇവർക്ക് വേറൊരു വീട്ടിൽ പോയി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളിവിടെ തന്നെ താമസിച്ചോ, അവൻ അവിടുത്തെ കുറച്ചടുത്താണ് എൻ്റെ വീട്, നിങ്ങളിവിടെ തന്നെ. അവനും പറഞ്ഞു ഇവളെൻ്റെ വീട്ടിലൊന്നും വന്ന് താമസിക്കാൻ പോണില്ല, ഇവിടെ താമസിച്ചോട്ടെ, അവിടെ നമുക്ക് ആവശ്യത്തിന് ബെഡ്റൂംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇവിടെ താമസിച്ചാൽ മതി, മോനാണെങ്കിലും വേറെ വീട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തോ അതൊക്കെ ചെയ്യുമ്പോൾ എന്നെ എപ്പോഴും വഴക്ക് പറയായിരുന്നു. അമ്മ എന്തിനാണ് ഈ കാലത്ത് പോലെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എണീറ്റ് വരും. അപ്പോൾ ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ പോണത്. അപ്പോൾ ഫോൺ ചെയ്യും, ഇന്ന് എവിടെയാ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ് എന്ന് പറയും. അപ്പോഴത്തേക്ക് അമ്മ ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടണേ എന്ന് ചോദിക്കും എപ്പോഴും. പക്ഷേ ഞാൻ അന്ന് ഓടിയില്ലായിരുന്നു, എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ചികിത്സിക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സംതൃപ്തിയുണ്ട്, എനിക്ക് നോക്കാവുന്നതിൻ്റെ പരമാവധി നോക്കി എന്നുള്ളത്. പിന്നെ കൊറോണ വന്ന് കുറേ കൊല്ലങ്ങൾ 1-2 കൊല്ലത്തോളം വെറുതെ ഇരുന്നില്ലേ. അപ്പോഴും നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അന്നൊക്കെ അത് നമ്മുടെ കയ്യിൽ അന്ന് നമ്മളും കൂടി ജോലി ചെയ്യുന്നതുകൊണ്ട് ഉണ്ടായി, അതൊക്കെ അടച്ചു പോകാനൊക്കെ പറ്റി. അപ്പം ആകെ ഒരു ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒന്ന് നോക്കണം. കാരണം ജീവിതത്തിൽ ആകെ ഒരു ആശ്വാസമുള്ളത് കടമില്ല എന്നുള്ളതാണ്. കടങ്ങളൊക്കെ തീർന്നു എന്നുള്ളത്. എന്നിട്ട് അവിടെ കിടന്നിട്ടും പുള്ളിക്കാരത്തിൻ്റെ ചിന്ത ഇതൊക്കെയായിരുന്നു, അമ്മ എങ്ങനെ ലോൺ അടയ്ക്കും. ഇപ്പോൾ 2 കൊല്ലമായി നമ്മൾ അടച്ചു തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞാണ് ഒരു പ്രോഗ്രാം വന്നിട്ട് അതിൻ്റെ അപ്പോൾ ലോൺ അടച്ചു പോകും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ കൊണ്ട് നടക്കുക. 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഒരു നല്ല ഷോ കിട്ടി, അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ലോണൊക്കെ അടച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പം ഇത് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരാൻ പോണത്, ഞാനെന്നാൾ ഹോസ്പിറ്റലുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞിട്ട് കമൻറ്റ് വന്നത് തള്ളക്കിപ്പോഴും കാശ് മാത്രം മതി, ആരാണ്ട് ഒരാൾ കേട്ടോ.